ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അഴിമതിരഹിതമായ ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാണ്. VS എങ്ങനെയാണ് ജനനായകനായി മാറിയത് എന്നത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അതിൽ എടുത്തു കാണിക്കാനുള്ളത്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ നന്നേ ചെറുപ്പത്തിൽ അദ്ദേഹത്തിനുണ്ടായ ജീവിതാനുഭവങ്ങൾ അതാണ് അദ്ദേഹത്തെ ഒരു കമ്മ്യൂണിസ്റ്റാക്കി മാറ്റിയത്. യഥാർത്ഥത്തിൽ എന്താണോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ നിലയിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ VS അടയാളപ്പെടുത്തപ്പെടുന്നത്. CPIഎമ്മിന്റെ ചട്ടക്കൂടിനകത്തായിരുന്നില്ല VS ഒരു കാലത്തും. അദ്ദേഹം അതിനപ്പുറത്തേക്കായിരുന്നു പലപ്പോഴും നിലയുറപ്പിച്ചത്. അങ്ങനെയാണ് VS ജനനായകനായി മാറിയത്. ഇപ്പോൾ ഈ KK രമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്. പണ്ട് പാർട്ടി പ്രതിക്കൂട്ടിലായി നിന്ന സമയത്ത് KK രമയുടെ വീട്ടിലെത്തി രമയെ ആശ്വസിപ്പിച്ച VSന്റെ ചിത്രം രാഷ്ട്രീയ കേരളത്തിന്റെ മുന്നിലുണ്ട്. KK രമ ഇങ്ങനെ കുറിക്കുന്നുണ്ട്: പ്രാണനിൽ പടർന്ന ഇരുട്ടിൽ നിസ്സഹായായി നിന്ന വേളയിൽ ആശ്വാസത്തിന്റെ കരസ്പർശമായിരുന്ന പ്രിയ സഖാവ്, അന്ത്യാഭിവാദ്യങ്ങൾ എന്നാണ് KK രമ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ആ എഴുത്തിന് അതിനൊരു വല്ലാത്ത പൊള്ളലുണ്ടാക്കുന്ന ഒന്നാണ് ആ എഴുത്തെന്ന് പറയുന്നത്. CPIഎമ്മിനെ വലിയ തോതിൽ പ്രതിക്കൂട്ടിലാക്കിയ ഒരു സംഭവം നടന്ന ഘട്ടത്തിൽ VS എവിടെയായിരുന്നു അന്ന് നിലയുറപ്പിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. VS KK രമയുടെ ആ വീട്ടിലെത്തുന്നു, KK രമയെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഈ മനുഷ്യപക്ഷത്ത് നിലയുറപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി VSനെ അന്ന് നമ്മൾ കണ്ടതാണ്. VSന്റെ ആ നിലപാടാണ് എല്ലാ കാലത്തും VSനെ ജനനായകനാക്കി മാറ്റിയത്. ഇപ്പോൾ VSന്റെ ജീവിതം പറയുന്ന ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അതിൽ തൻ്റെ പഴയ അനുഭവങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതിന് അവതാരിക എഴുതിയത് സുകുമാർ അഴീക്കോടാണ്. അദ്ദേഹം VSനെ കുറിച്ച് പറയുന്നത് അഗ്നിപരീക്ഷിതനായ നേതാവ് എന്നാണ് സുകുമാർ അഴീക്കോട് അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തെയോ മനസ്സിനെയോ കരിച്ചു കളയാൻ പോരുന്ന ഒരു അഗ്നികുണ്ഡവും ഇനി ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് സുകുമാർ അഴീക്കോട് എഴുതുന്നത് VSന്റെ ആ ജീവിതം അതിനെ മുൻനിർത്തിയാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ VSന് അമ്മയെ നഷ്ടമാകുന്നുണ്ട്, അച്ഛനെ നഷ്ടമാകുന്നുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് വളരുകയാണ്. അന്ന് മുതൽ VS ഒരു പോരാളിയാണ്. പിന്നീട് അതിൻ്റെ തുടർച്ചകൾ ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത്, പാർട്ടിയിലെ പിളർപ്പ്, അതിനുശേഷമൊക്കെ തുടർച്ചയാകുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഈ കേരളത്തിൻ്റെ മാധ്യമ ചരിത്രവുമായി ബന്ധപ്പെട്ട്, ദൃശ്യമാധ്യമത്തിൻ്റെ ഈ ലൈവ് സ്വഭാവം വരുന്നതുമായി ബന്ധപ്പെട്ട് VSന്റെ ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ ലൈവ് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്ന ഒരുപക്ഷെ VS ഈ മതികെട്ടാഞ്ചോലയിലേക്കൊക്കെ നടന്നു കയറുന്ന ആ ദൃശ്യങ്ങൾ, മുണ്ടുമടക്കി കുത്തി നടക്കുന്ന VSന്റെ ചിത്രം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാലത്തും ഈ ജനനായകനായി VS മാറിയത് ഇത്തരത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ്. ജനകീയ വിഷയങ്ങളിൽ, പരിസ്ഥിതി വിഷയങ്ങളിലൊക്കെ VS എല്ലാ കാലത്തും സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. മറ്റൊന്ന് ഈ പുന്നപ്ര സമരവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു തീക്ഷ്ണമായ ഒരു സമരകാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആ തീക്ഷ്ണമായ സമരകാലത്ത് VS നേരിട്ട കൊടിയ മർദ്ദനങ്ങളുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോഴുമുണ്ട്. അദ്ദേഹം ആ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ആ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് പൂഞ്ഞാർ സ്റ്റേഷനിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് കൊടിയ മർദ്ദനമ അതിൻ്റെ തുടക്കമുണ്ടാകുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആദ്യം കൊണ്ടുവരുന്നത് ഈ പൂഞ്ഞാർ പോലീസ് സ്റ്റേഷനിലേക്കാണ്, പുന്നപ്ര സമരകാലത്ത്. അത് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഔട്ട് പോസ്റ്റ് മുതൽ ആരംഭിച്ച വലിയ മർദ്ദനം അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് ഈ രഹസ്യ പോലീസ് സംഘങ്ങളുണ്ട്, അവരാണ് ഇത്തരത്തിൽ VSനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചത്. അതിനുശേഷമായിരുന്നു കൊടിയ മർദ്ദനം. അദ്ദേഹം മരിച്ചു എന്ന് കരുതി അദ്ദേഹത്തെ ഉപേക്ഷിച്ചതാണ്. പക്ഷേ അവിടെ നിന്ന് VS വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ നടക്കുകയായിരുന്നു. പിന്നീട് കേരളം കണ്ടത് പകരം വയ്ക്കാനില്ലാത്ത ഒരു സമര പോരാളി ജനിക്കുന്നതായിരുന്നു.